I went for this actually. Okay, Mudira. This is good for health. No oil, nothing actually. This they prepared for so many people, so less oil. I am back at my house. And I said with so many people that about this Kaniyan's son. I kept him as my husband. They all started laughing. Who need him? They are asking actually. അവനെ ആർക്ക് വേണമെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. അവനെ എന്തോയിലാണെന്ന് ചോദിക്കുന്നത്. ഭർത്താവാക്കി വെച്ചോണ്ടിരുന്നു. ഭർത്താവ് എന്തോൻ്റെ ഭർത്താവാന്ന് തന്നെ നടക്കാൻ വയ്യ തന്നെ ഭർത്താവാക്കി പോലും എന്ന ആൾക്കാരെല്ലാം ചോദിച്ച് കളിയാക്കുക. നാണമില്ലാതെ നടക്കുക. ഇവനാ പ്രാന്തെന്നാണ് ഇപ്പം പറയുന്നത് എല്ലാവരും. ഇവന് പ്രാന്തായിട്ട് ഓടുവാന്നാണ് പറയുന്നത്. കണിയാൻ സുബ്രഹ്മണ്യനെ അവൻ്റെ പെണ്ണുമ്പിള്ളയ്ക്കും ഭ്രാന്ത് കയറി നടക്കുകയാണ്. വേറെ കുറേ എണ്ണത്തിനും സദാനന്ദ മന്ദിരത്തിലേക്കാർക്കും പ്രീതായസ് പണിക്കറിനൊക്കെ മുഴുതുപ്രാന്ത് ബിജു പിക്കും ഇങ്ങനെ ഷ്രൂഡ് ചെയ്യുവാണ് ഇവിടുമാർ. ഇവനുമൊക്കെ ഇങ്ങനെ എന്തുവാ ഉള്ളിലെ ഇങ്ങനെ കള്ളത്തരങ്ങൾ കാരണം ഇവൻ ബിജു പി എന്ന് പറയുന്നവൻ ഇങ്ങനെ കഴുത്ത് പിരിക്കുക, ഷ്രൂഡ് ചെയ്യുക, ഇങ്ങനെ തോളിട്ട് വെട്ടിക്കുക. അതൊരു മനോരോഗമാണ്. ഇങ്ങനെ അങ്ങ് വെട്ടിച്ചുകൊണ്ടിരിക്കുക. അത് മനോരോഗമുള്ളവരാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ വലിയ ആഗ്രഹങ്ങളായിരുന്നു അവന്. എന്നെ അങ്ങ് വകവരുത്തിയിട്ട് ഇവക്കും ഇവനും കൂടെ അങ്ങ് പ്രീതായസ് പണിക്കറിനും ബിജു പിയും കൂടെ അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. പുറകിനങ്ങ് നടക്കുക. അതിന് വർഷങ്ങളായിട്ട് കൊല്ലാൻ നടക്കുക. എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഭഗവാൻ ഇറങ്ങി വരണം. അറിയാമോ? ഭഗവാൻ നീ വിചാരിക്കുന്നിടത്തൊന്നും നടക്കത്തില്ല. അതിനാണ് ഭഗവാൻ എനിക്ക് എല്ലാ കഴിവും ഇൻസൈറ്റ്സ് തന്നിരിക്കുന്നത്. വിസ്ഡം, മനസ്സിലായില്ലയോ? ഇന്നതാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നത് അതിനാണ് ഭഗവാൻ. ഭഗവാൻ വന്നാലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നീയൊന്നും നിന്നെയൊക്കെ കാലം കൊണ്ടുപോകാൻ വരുന്നത്. നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം നിന്നെയൊക്കെ കാലം കൊണ്ടുപോകും. ഈ കാളപ്പുറത്ത് വരുന്ന കാലനുണ്ടല്ലോ, അവർ കൊണ്ടുപോകും. നിന്നെയൊക്കെ കയറിട്ട് വലിച്ചുകൊണ്ട് പോകും. പക്ഷെ എന്നെ അങ്ങനെയല്ല. ഞാനിങ്ങനെ ആരെയും ചതിച്ചും വഞ്ചിച്ചും ഒന്നും ഉണ്ടാക്കിയില്ല. നീയൊക്കെയാണ് കൊന്നും കൊലവിളിച്ചും കണ്ട കാശും എല്ലാം ആയിട്ട് നടക്കുന്നത്. നിന്നെയൊക്കെ കൊണ്ടുപോകാൻ കാലൻ കുതിരയല്ല, കാലൻ എന്തുവാ കാളയുടെ പോത്തിൻ്റെ പുറത്ത് വരും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനാണ് ഭഗവാൻ പറയുന്നത് കേട്ടിട്ടില്ലയോ? ഭക്തരെ കൊണ്ടുപോകാൻ ഭഗവാൻ വരും. ഭഗവാന്റെ ദൈവം ദൂതന്മാരുണ്ട്. ഭഗവാന്റെ ഭൂതഗണങ്ങൾ അവരാണ് വരുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ വരും. മനസ്സിലായില്ലേ? വേറെ ആരുമല്ല. നിന്നെയൊക്കെ കൊണ്ടുപോകാനാണ് കാലം വരുന്നത്. പോത്തിൻ്റെ പുറത്തുള്ള കാലൻ. അവരെയൊക്കെ ഇതാണ് മൃത്യു. മനസ്സിലായില്ലേ? നിന്നെയൊക്കെ ഈ എന്താ മൃത്യ അപകട മരണം അങ്ങനെയൊക്കെയുള്ളത് അവരെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? കാലം വന്നാൽ കൊണ്ടുപോകുന്നത് പോത്തിൻ്റെ പുറത്ത്. നിന്നെയൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ വരുന്നത്. നീയൊക്കെ സൂക്ഷിച്ച് കണ്ടിരുന്നോ? നല്ല ശരിക്ക് ചെവി കൊണ്ട് കേട്ടാൽ മതി. ഭഗവാൻ ഇവിടെ യജ്ഞാചാര്യനൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്ക് കേൾക്കണം. ഇതെന്തിനാണ് പിന്നെ അങ്ങേര് പറയുന്നത്? പിന്നെ ആസനത്തിൽ കൂടെ കേൾക്കുന്നവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചെവിയിൽ കൂടി കേൾക്കണം.